എനിക്കറിയാം വീഡിയോ. അച്ഛനേക്കാളും നന്നായിട്ട് ആക്ട് ചെയ്ത, അതുകൊണ്ട് എൻ്റെ അച്ഛൻ അസൂയായി. അതുകൊണ്ട് പറഞ്ഞു ഇനി നീ പോണ്ട. അച്ഛനേക്കാളും നന്നായിട്ട് ആക്ട് ചെയ്ത, അതുകൊണ്ട് എൻ്റെ അച്ഛൻ അയ്യോ ഇതൊക്കെ ഇപ്പൊ കാണുമ്പോ ക്രിഞ്ചായിട്ട് തോന്നുന്നു. അത് ശരിക്കും ഞാൻ ഇതിന്റെ പുറയിലുള്ള ആളെ ഞാൻ പറഞ്ഞുതരാം. എല്ലാ സ്റ്റേജിൽ പോകുമ്പോഴും ആ സമയത്ത് അപ്പ എന്നെ സ്പീച്ച് പഠിപ്പിച്ചു കൊടുക്കും. ഇത് പറഞ്ഞാലേ ആൾക്കാര് മറ്റേ ഇത് ചെയ്യുള്ളൂ, ചിയർ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞൊരു സ്പീച്ചാ. സോറി. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും അച്ഛൻ ഞാൻ അച്ഛനേക്കാളും സിൻസിയറായിട്ട് പറഞ്ഞിട്ടുണ്ടോ ചുമ്മാ അങ്ങനെ. ഈ വൺ ഓഫ് യുവർ പ്രിവിലേജസ് രണ്ടുപേരും ആക്ടേഴ്സ് ആണ്, അപ്പം യു ക്യാൻ ഗെറ്റ് ഗുഡ് ഗൈഡൻസ് അല്ലേ? അങ്ങനെ ഐ മീൻ മോർ ദൻ ഗൈഡൻസ്, ലൈക്ക് അവരുടെ എക്സ്പീരിയൻസ് കേട്ട് വളരാൻ പറ്റി. ലൈക്ക് അവരുടെ ടൈമിൽ ലൈക്ക് ഹൗ മൂവീസ് വർ ബീങ് മെയ്ഡ്, അവരുടെ പ്രോസസ്സ് എന്തായിരുന്നു, എനിക്ക് അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് വെറുതെ ഇങ്ങനെ പഴയ കാര്യങ്ങൾ, പഴയ ഷൂട്ട് സ്പോട്ട്, ലൈക്ക് ആ സമയത്ത് ക്യാരനില്ല, ലൈക്ക് അവർ തമ്മിലുള്ളൊരു കണക്ഷൻ ഭയങ്കരമാണ്. ഇപ്പോഴത്തെ ആക്ടേഴ്സ് തമ്മിൽ ലൈക്ക് ഒരു മൂവി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെറ്റിൽ പോയി, പിന്നെ അവരായിട്ട് ടച്ചില്ല. പക്ഷേ നേരത്തെ അങ്ങനെയല്ലായിരുന്നു, എല്ലാവരും ഒരു ഫാമിലി പോലെ. സോ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആ സമയത്ത് സിനിമയിൽ വരായിരുന്നു എന്നൊക്കെ തോന്നുന്നു. എന്തായിരിക്കും ലൈക്ക് വൺ തിങ് ദാറ്റ് യുവർ ഫാദർ ടോൾഡ് അബൌട്ട് ലൈക്ക് അഭിനയത്തെ കുറിച്ച് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ദാറ്റ് എൻറ്റയർലി ചേഞ്ച്ഡ് യുവർ പെർസ്പെക്റ്റീവ് മാറ്റുന്ന ഇതാണ്? കാരണം നമ്മൾ ചെറുപ്പത്തിൽ അഭിനയിച്ച് തുടങ്ങിയത് കൊണ്ട് ശരിയാണ് ലൈക്ക് എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് എന്ന് അറിയാം. പക്ഷെ സ്റ്റിൽ നമ്മൾ അഡൾട്ടായിട്ട് ആ ഒരു പ്രൊഫഷണലി എടുക്കുമ്പോൾ അത് ഭയങ്കര ചേഞ്ചിങ് ആയിരിക്കുമല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു? അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ലൈക്ക് ആക്ച്വലി ഫസ്റ്റ് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ലൈക്ക് ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് ആക്ടിങ് ക്ലാസ് ഇസ് എക്സ്പീരിയൻസ്. ലൈക്ക് ഇഫ് യു കീപ് ഡൂയിങ് ദ സെയിം ജോബ് അഗൈൻ ആൻഡ് അഗൈൻ ഓൺലി ആ ഒരു ഇത് കിട്ടുള്ളൂ, അതിൻ്റെ ലൈക്ക് ഹൗ ടു ഡൂ ഇറ്റ്, എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. സോ അതിന് ഇറ്റ് ടുക്ക് മീ സം ടൈം. ലൈക്ക് അതിന് ഐ ഷുഡ് ഹവ് ഗിവൻ മൈ സെൽഫ് മോർ സ്പേസ്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ചെറുതായിട്ട് പഠിച്ച് വരും. പല ലാംഗ്വേജിലുള്ള ഓഡിയൻസ് അല്ലേ ഉള്ളത്, അപ്പോൾ ഇവരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ എൻ്റെ വർക്കിലൂടെ എന്നുള്ളൊരു പ്രഷർ ഉണ്ടോ ഉള്ളിൽ സെലക്ട് ചെയ്യുമ്പോൾ? ഇല്ല, അങ്ങനെയില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഒരു മൂവി കാണാൻ ആൾക്കാർ വരുമ്പോൾ ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ഹാവ് എനി എക്സ്പെക്റ്റേഷൻ. ലൈക്ക് ഇപ്പോൾ ഇന്ന ടൈപ്പ് ഓഫ് മൂവി ആയിരിക്കും എന്ന് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എനിക്ക് ലൈക്ക് ഐ ക്യാൻ ഡു എനിത്തിങ്. അതുകൊണ്ട് ലൈക്ക് ഐ ഡോണ്ട് ഹാവ് ദറ്റ് പ്രഷർ. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാളിദാസിനെ കാണുമ്പോൾ എനിക്ക് ആദ്യം ഒരു പ്രപഞ്ചൻ ഭയങ്കരമായിട്ട്, കാരണം ഞാൻ ഈ റീസെന്റ് ഒന്നും കൂടി കണ്ടതുകൊണ്ട് ഭയങ്കരമായിട്ട് എനിക്കാണെങ്കിൽ കൊല്ലുന്ന സീനൊക്കെ കാണുമ്പോൾ അയ്യോ വേണ്ട എന്നൊക്കെ വിചാരിക്കും. എനിക്കും തോന്നും എന്നെ കൊല്ലണ്ടായിരുന്നു. അതാവുമ്പോൾ നമുക്ക് കണക്ഷനിലൊക്കെ വരായിരുന്നു അല്ലേ. പറയാൻ പറ്റത്തില്ല എവിടാ ട്വിസ്റ്റ് വരുന്നതെന്ന്. എല്ലാ ലോക്കേഷ് സാർ എങ്ങും പോയിട്ട് സ്ക്രിപ്റ്റ് ഒന്നും പറയരുത്, ദൃശ്യത്തിൽ ലാലേട്ടൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ പറയാറുണ്ട്. അങ്ങനെയാണ് മീംസും ട്രോളും ഒക്കെ കാണാറുള്ളത്. സാധാരണ ലോക്കേഷ് യൂണിവേഴ്സിൽ കയറിയവർക്കൊക്കെ ഒന്നും പറയരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് മീംസ് ഒക്കെ കാണുന്നത്. അങ്ങനെയാണോ? അങ്ങനെയല്ല. ഞാൻ വിക്രം ആക്ച്വലി ചെയ്യുമ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ആ ചെറിയ ക്യാരക്ടറാണ്, ലൈക്ക് എനിക്ക് തോന്നുന്നു എഡിറ്റിൽ ചിലപ്പോൾ പോവും. ഞാൻ അങ്ങനെ എല്ലായിടത്തും പറഞ്ഞത്. ഞാൻ പിന്നെ ഫസ്റ്റ് ഡേ സിനിമ കാണുമ്പോഴാണ് പടം തുടങ്ങുന്നത് തന്നെ ഈ ക്യാരക്ടർ വെച്ചാന്ന് ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ ചിലപ്പോൾ റിയലൈസ് ചെയ്യാത്ത ചില ക്യാരക്ടേഴ്സ് ആയിരിക്കും ലോക്കി സാറിൻ്റെ പടത്തിൽ ശരിക്കും ക്ലിക്കാവുന്നത്. അപ്പോൾ അത് വിക്രം ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ബട്ട് ഹി ഡസൻ കീപ്പ് എനി റെസ്ട്രിക്ഷൻ. അങ്ങനെ പറയരുതൊന്നുമില്ല. പക്ഷേ ലൈക്ക് ദ ഹോൾ എക്സൈറ്റ്മെന്റ് അതിൻ്റെ ആ സസ്പെൻസ് ആണല്ലോ. ലൈക്ക് സ്പോയിലർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാ. പിന്നെ ആ സിനിമകളുടെ പല ഇതും നമ്മളുടെ പല ക്യാരക്ടേഴ്സ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു ഇതുമാണ്. അപ്പൊ അത് കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് ഒരു കണക്കിന് ഓഡിയൻസിനും നല്ലത്. പക്ഷെ എന്നാലും ക്യൂരിയോസിറ്റി കാരണം ഭയങ്കര. ആരെങ്കിലും വന്നിട്ട് ഫ്രണ്ട്സോ ആരെങ്കിലും ചോദിക്കാറുണ്ടോ അടുത്ത കഥ എന്തെങ്കിലും? എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാനിപ്പോ വെറുതെ ഒരു ഫോട്ടോ ഇട്ടാൽ പോലും അതിന്റെ താഴെ ഒരു 50 കമന്റ് LCU എന്നുണ്ടാവും. എന്തിനാന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല.
ബട്ട് ലൈക്ക് നല്ല രസാ ലൈക്ക് ആ ഒരു ഇത് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. ലൈക്ക് എന്തൊക്കെയാണ് വരുന്നത്, ട്രോൾസ്, മീംസ്. ഭയങ്കര സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നമ്മളെല്ലാരും അങ്ങനല്ലേ, വെറുതെ ഇരിക്കുമ്പോ റീൽസ്. അതെ, അത് റീൽസ് എല്ലാം ഞങ്ങൾ കാണാറുണ്ട്. ഈ രജനി മൂവിയുടെ ടൈമിലാണോ എന്നറിയില്ല, ലക്ഷ്മി ഗോപാലസ്വാമി മാമുമായിട്ട് ഒരു റിയൂണിയൻ ഈ മൂവി തന്നെയാണ് അല്ലേ? എത്ര 20 years അല്ലേ? 20 years ആണോ? കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് 20 years. 99 23 years. കൊള്ളത്തില്ലെന്ന് പറയുന്നത് 99 ആണോ എനിക്കറിയില്ല. 24 years, ഓൾമോസ്റ്റ് 20+ years ആയി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സെറ്റില്? ഭയങ്കര രസമായിരുന്നു. ബട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു അവൻ്റെ കൂടെ. ബട്ട് ഷീസ് ദേർ ഇൻ ദ മൂവി ആൻഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ റിയൂണിയൻ? കണ്ടുമുട്ടുന്ന 20 yearsന് ശേഷം പിന്നീട് സെറ്റിൽ വെച്ചിട്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് എന്താ മൂവി മോം അല്ലേ, ഫസ്റ്റ് സിനിമയിലെ അമ്മയായിട്ട്? കണ്ണാ സുഖമാണോ? ബട്ട് യാ ലൈക്ക് ഫസ്റ്റ് ഓൺ സ്ക്രീൻ അമ്മയല്ലേ, അപ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. എപ്പോൾ കാണുമ്പോഴും അതേപോലെ വെരി സ്വീറ്റ് ആൻഡ് ലവിങ്. ഏറ്റവും ബെസ്റ്റ് മെമ്മറി ഇൻ ദി ആക്ടിംഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓഫ് കോഴ്സ് കമൽ സാറിൻ്റെ കൂടെ ആക്ടിങ്, ഷെയറിങ് സ്ക്രീൻ സ്പേസ് വിത്ത് കമൽ സാർ. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു ആക്ടറുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പറയാമല്ലേ? ഭയങ്കര സർപ്രൈസ് ആണ്. ഏതെങ്കിലും ഫാൻ സോഷ്യൽ മീഡിയയിൽ കൂടെയോ നേരിട്ടോ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട് എങ്ങനെയായിരുന്നു? റിപ്ലൈ ചെയ്യാറില്ല. ഓക്കെ. ഏതെങ്കിലും പേടിപ്പിക്കുന്ന ഫാൻ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? പേടിപ്പിക്കുന്നില്ല, ഇല്ല, എല്ലാം ഭയങ്കര. എന്നാലും അവര് ഔട്ട് ഓഫ് ലവ് ചെയ്തതായിരിക്കും, എന്നാലും നമുക്കൊരു ഇല്ല അങ്ങനെ തോന്നാറില്ല. ലൈക്ക് എന്ത് ചെയ്താലും ലൈക്ക് അവര് നമ്മളോടുള്ളൊരു ഇഷ്ടം കൊണ്ടല്ലേ ചെയ്യും. സോ അങ്ങനെ പേടി അങ്ങനെ തോന്നാറ്. ഏറ്റവും ഫേവറേറ്റ് ഫാൻ മൊമെന്റ് ഏതാ? ഫേവറേറ്റ് എനിക്ക് പാവക്കഥകൾ കണ്ടിട്ട് ഒരു ട്രാൻസ് വുമൺ ഒരു ലെറ്റർ എഴുതിയിരുന്നു. ലൈക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് ലൈക്ക് അവരുടെ ലൈഫിൽ നടന്ന കുറേ ഇൻസിഡൻസ് വെച്ചൊരു അത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും ലൈക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ വരുന്നത്. ഭയങ്കര നൈസ്. ഉണ്ടായ ഏറ്റവും വലിയ എംബാരസിംഗ് മൊമെന്റ് ഏതാണ്? ആ സ്പീച്ചൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഇതൊക്കെ ഇപ്പൊ കാണുമ്പോ ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്യുക, അങ്ങനെ ചുമന്ന് വരുവായിരുന്നു. ശരിയാ. ഓക്കെ. കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ഗോസിപ്പ് അബൌട്ട് യു? അബൌട്ട് മീ അങ്ങനെ ഇതൊരു ഗോസിപ്പ് കേട്ട്. ഇനിയെങ്കിലും കുറച്ച് ഗോസിപ്പ് ആവാം. കാളിദാസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാരും ഒന്നും ഗോസിപ്പ് പറയണം. അപ്പൊ നല്ല കുട്ടിയായിരുന്നോ? അങ്ങനെ നോട്ടി ആയിരുന്നെങ്കിലും നല്ലവനായ കുട്ടി? നല്ലവൻ അല്ല, പക്ഷെ ഗോസിപ്പ് ഇല്ല. ഓക്കെ. ഉള്ളതേ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ എന്നാവും കേട്ടോ. ഇനിയും ഏതപ്പെണ്ണാലും പ്ലാൻ പണി. ഓ മൈ ഗോഡ്. ഏറ്റവും ഭയങ്കര പ്രാങ്കിസ്റ്റ് ആണല്ലോ, എല്ലാരും പ്രാങ്ക് ചെയ്യുന്നതിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഇങ്ങോട്ട് കിട്ടിയ പ്രാങ്ക് ഏതാ? അങ്ങനെ പ്രാങ്ക് ഇല്ല, ഞാൻ ഭയങ്കര ഷാർപ്പാ. പ്രാങ്ക് ഒന്നും അത്രയും അല്ലെങ്കിൽ പിന്നെ മറ്റേ പെട്ടെന്ന് പേടിപ്പിക്കുന്ന ജംപ് സ്കെയർ പോലെ. അത് പിന്നെ ജംപ് സ്കെയർ ആയിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ, പ്രാങ്ക് ആയിട്ട് നമുക്ക് പ്രാങ്ക് ഒന്നും പറ്റില്ല. പ്രാങ്ക് കബാബ്. ഫ്രണ്ട്സിനുള്ള ചലഞ്ചാണിത്. കാളിദാസിനെ പ്രാങ്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ആരെങ്കിലും പ്രാങ്ക് ചെയ്താൽ ഒരു വീഡിയോ ഇടണം. ഓക്കെ. എന്തായാലും ഇത് ഭയങ്കര ചെറുപ്പത്തിൽ നടന്ന സംഭവിക്കും. എന്നാലും ഞാൻ ചോദിക്കാം, ഭയങ്കര സ്റ്റാർ സ്റ്റക്കായ നിമിഷം, ആദ്യമായിട്ടൊരു സിനിമാ താരത്തെ കണ്ടിട്ട്? രജനി സാർ എന്തായാലും ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിനെ നേരിട്ട് കാണുമ്പോൾ ആരായാലും പിന്നല്ല സ്റ്റാർ സ്റ്റക്ക് ആവും.